നാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ തൃത്താല ഒരുങ്ങിക്കഴിഞ്ഞു. മന്ത്രി എം പി രാജേഷിന്റെ ദീർഘവീക്ഷണത്തിൽ നടപ്പിലാക്കുന്ന ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിലൂടെ തൃത്താലയിലെ ഗ്രാമങ്ങൾ ഒരു വലിയ കായിക വിപ്ലവത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കുന്ന മൈതാനങ്ങൾ തൃത്താലയുടെ യുവതയ്ക്ക് പുതിയൊരു കായിക സംസ്കാരം തന്നെ സമ്മാനിക്കുകയാണ്. നവീകരിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും സൗകര്യമായിട്ട് ഇരിക്കാനുള്ള സൗകര്യം, ജിമ്മ് വന്ന് കളിക്കാനായാലും എന്തായാലും നല്ല സൗകര്യം ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഞങ്ങൾക്കിത് മക്കൾക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ട്, ജിമ്മ് എല്ലാം സംഘടിപ്പിച്ച് തന്നത്. പിള്ളേർ കളിക്കാൻ കൂടുതലായിട്ട് വയസ്സായ സ്ത്രീകളടക്കം ആൾക്കാരടക്കം ഇവിടെ എക്സസൈസിന് വരാറുണ്ട്. അതാണ് വന്ന ആകളുടെ മുഖ്യ ഒരു ഘടകം. കുന്ന് പോലൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഇതായിരുന്നു. അത് ഈ രീതിയിലെത്തിയിട്ട് ഇപ്പം നീ കാണുന്ന പോലെ ആധുനിക രീതിയിലെത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നാട്ടുകാരെന്നുള്ള നിലയിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ വളർന്നു വരുന്ന ഒരു തലമുറ ലഹരിയിലേക്ക് പോകുന്ന ഒരു തലമുറയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ആളുകളെ പോലും കളിയിലേക്ക് ആകർഷിപ്പിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാനും ഇനി വളർന്നു വരുന്നവരെയും പോലും നമുക്ക് കായികത്തിന് വേണ്ടിയിട്ട് പുതിയ കായിക പ്രതിഭകളെ പോലും സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ഗ്രൗണ്ടിനെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്പോർട്ടിയാണ് തൃത്താലയിലെ കളി മൈതാനങ്ങൾ. നാടിന്റെ കായിക സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാൻ തൃത്താല മണ്ഡലം ഒരുങ്ങിക്കഴിഞ്ഞു. മന്ത്രി എം പി രാജേഷിന്റെ ദീർഘവീക്ഷണത്തിൽ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതി വഴി തൃത്താലയിലെ കായിക മേഖല പവർഫുള്ളാണ്. പദ്ധതിയുടെ ഭാഗമായി 1 കോടി രൂപ ചിലവഴിച്ച് നവീകരിച്ച ആലൂർ കരുണപ്ര സ്റ്റേഡിയം ഏതൊരു കായിക പ്രേമിയെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. മികച്ച കളിക്കളങ്ങളും ഗാലറിയും അനുബന്ധ സൗകര്യങ്ങളും ഇവിടെ സജ്ജമാണ്. ഗ്രാമീണ മേഖലയിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനും അവർക്ക് കൃത്യമായ പരിശീലനം നൽകുന്നതിനും ഈ സ്റ്റേഡിയം വലിയ പങ്കുവഹിക്കുമെന്ന് തീർച്ചയാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേഡിയം, അതായത് ഈ ഒരു ഗ്രൗണ്ടൊക്കെ നവീകരിച്ചിരിക്കുകയാണ്, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട്. അപ്പോൾ അതിൽ എന്താ അഭിപ്രായം, എത്രത്തോളം സന്തോഷം ഉണ്ടെന്ന് പറയൂ. സന്തോഷം എന്തായാലും നല്ല സന്തോഷമുണ്ട്. ഗ്രൗണ്ട് ആദ്യം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ആദ്യം കുറച്ച് സ്ഥലമൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഒന്നുകൂടി നവീകരിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും സൗകര്യമായിട്ട് ഇരിക്കാനുള്ള സൗകര്യം, ജിമ്മ് വന്ന് കളിക്കാനായാലും എന്തായാലും നല്ല സൗകര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, കുറേ പദ്ധതികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എം പി രാജേഷ്. എന്തായാലും തൃത്താല ഹാപ്പിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങളൊക്കെ ചെറുപ്പം മുതൽ ഇവിടെ കളിച്ചു തരുന്ന ഒരു ഗ്രൗണ്ടാണ്. അന്ന് ഇത്ര ഇതായിട്ടൊന്നുമില്ല, ഒരു കുന്ന് പോലൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഇതായിരുന്നു. അത് ഈ രീതിയിലെത്തിയിട്ട് ഇപ്പം നീ കാണുന്ന പോലെ ആധുനിക രീതിയിലെത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നാട്ടുകാരെന്നുള്ള നിലയിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പം പണ്ടത്തിനേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും നവീകരണം വഴി. ഒരുപാട് മാറ്റമുണ്ട്. കാരണം ഇപ്പോൾ ഓപ്പൺ ജിം ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ നാട്ടിലുള്ള ഈ ഒരുപാട് ആളുകൾക്ക് വന്നിട്ട് രാവിലെ തന്നെ വർക്കൗട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് സന്തോഷം. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ പരിപാടി, സ്പോർട്സ് പരമായിട്ടുള്ള ഒരു പഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ട് എന്നുള്ളത്, അത് ഞങ്ങളുടെ നാടിന് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ തൃത്താല ഹാപ്പിയാണ്. നമ്മുടെ ഇങ്ങനെ ഗ്രൗണ്ട് ഇവിടെ വന്നതിൽ എല്ലാവർക്കും ഉപയോഗം ഉണ്ടായിട്ടുള്ളൂ. കാരണം ഈ ഗ്രൗണ്ടിൻ്റെ മുന്നത്തെ കോലം കണ്ട പല ആൾക്കാരും വന്നിട്ട് ആ മോശം അവസാനമൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പ്രാവശ്യം ഇങ്ങനെയും നടന്നുണ്ട്. അപ്പോൾ എം പി രാജേഷിന് കൂടുതൽ നന്ദി പറയുന്നു. കൂടിയിട്ടുണ്ട്. ഓപ്പൺ ജിമ്മായാലും സൗകര്യങ്ങൾ നല്ലതാണ്. തൃത്താല മണ്ഡലത്തിലെ കായിക മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ MLA ഫണ്ടിൽ നിന്നും 1.62 കോടി രൂപ ചിലവഴിച്ച് തൃത്താല സ്പോർട്സ് ഹബിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പരിശീലനത്തിനും മത്സരങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമായ രീതിയിലാണ് ഹബ്ബ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതൊരു ഗ്രൗണ്ടല്ല, ഇതൊരു കാട് പിടിച്ച ഒരു പ്രദേശമായിരുന്നു. ഇവിടെ ഒരു ഗ്രൗണ്ട് പ്രത്യക്ഷപ്പെടുന്നുള്ള ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിട്ടില്ല. മന്ത്രിയാണ് ഞങ്ങൾക്കിത് മക്കൾക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ട്, ജിമ്മ് എല്ലാം സംഘടിപ്പിച്ച് തന്നത്. വളരെ നന്ദിയുണ്ട്. ഇവിടെയൊക്കെ ഒരു 5 മണിക്ക് ശേഷം ഞങ്ങളൊക്കെ കയറി വന്നാൽ കുറുക്കം പിടിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ ഈ കാഴ്ച തന്നെ ഒരു സോളിഡ് എവിഡൻസ് ആണല്ലോ. ഈ നാടിനുള്ള മാറ്റങ്ങളെല്ലാം ഒരുപാട് ഗുണമാണ്. ഒരുപാട് ആൾക്കാർക്ക് കളിക്കാനായിട്ട്, പിന്നെ വയസ്സായ സ്ത്രീകളടക്കം വന്നിട്ട് ഇവിടെ എക്സസൈസിന് വരാറുണ്ട്. വൈകുന്നേര സമയങ്ങളിലാണെങ്കിൽ അത് കൂടുതലായി നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇപ്പോൾ കുറച്ചുകൂടി 1/2 മണിക്കൂർ നേരത്തെ വരികയാണെങ്കിൽ ഒരുപാട് പിള്ളേർ 2 ടീമായി ഇവിടെ കളിച്ചിരുന്നു, അത് കാണാൻ പറ്റിയിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു അഭിപ്രായമാണ്, നല്ലൊരു പ്രോജക്റ്റായിരുന്നു ഈ പരിപാടി. ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഒരുപാട് സൗകര്യങ്ങളായി. ഇനിയിപ്പോൾ ഇതിലൊരു കോലടിച്ചിട്ട് ഒരു വെള്ള സൗകര്യം കൂടി ആയി കഴിഞ്ഞാൽ അടിപൊളിയായി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സന്തോഷമാണ് പിള്ളേർക്ക് കളിക്കാൻ, എല്ലാത്തിനും പിള്ളേർ കളിക്കാൻ കൂടുതലായിട്ട് വയസ്സായ സ്ത്രീകളടക്കം ആൾക്കാരടക്കം ഇവിടെ എക്സസൈസിന് വരാറുണ്ട്. അതാണ് പറഞ്ഞ ആകെയുള്ള മുഖ്യ ഒരു ഘടകം. തൃത്താല മണ്ഡലത്തിലെ 56ഓളം രജിസ്ട്രേഷൻ ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റും 400-ൽ പരം ക്ലബ്ബുകൾക്ക് ഫുട്ബോളും വിതരണം ചെയ്തത് കായിക മേഖലയുടെ കുതിപ്പിനെ ആക്കം കൂട്ടിയിട്ടുണ്ട്. കൂടാതെ യുവാക്കളെ മാരക ലഹരി മരുന്നുകളിൽ അകപ്പെടാതെ കായിക മേഖലയിലേക്ക് തിരിച്ചുവിടാനും ഇത്തരം ശ്രമങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ചാലിശ്ശേരി സ്കൂളിൽ 74 ലക്ഷം രൂപ ചിലവഴിച്ച് മൈതാനത്ത് ഗ്യാലറി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഇവയൊന്നും വെറുമൊരു മൈതാനങ്ങൾ മാത്രമല്ല, മറിച്ച് തൃത്താലയുടെ യുവതയ്ക്കും കായിക ഭാവിക്കുമുള്ള വലിയൊരു നിക്ഷേപമാണ്. ഇവിടെ കളിച്ചു വളരുന്ന കുട്ടികൾ നാളെ ലോക കായിക ഭൂപടത്തിൽ തൃത്താലയുടെ പേര് സുവർണാക്ഷരങ്ങളിൽ എഴുതി ചേർക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നല്ല അഭിപ്രായം തന്നെയുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ചെറിയ ഒരു കുട്ടിയായിരിക്കുന്ന ടൈമിൽ ഈ ഗ്രൗണ്ടിൻ്റെ ഇപ്പോൾ കുറച്ച് കാലം മുന്നേ വരെ ഗ്രൗണ്ടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഗ്രൗണ്ട് നമുക്ക് എല്ലാ കളികൾക്കും പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു ഗ്രൗണ്ടായിരുന്നു. നടന്നിരുന്ന കളികൾ, പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ നമുക്ക് ചില വീണ് കഴിഞ്ഞാൽ പരിക്ക് പറ്റലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഇത്. എന്നാൽ അതിനെല്ലാം മാറ്റം വന്ന്, കാരണം ഗ്രൗണ്ടിൻ്റെ ഷേപ്പ് തന്നെ ഇപ്പോൾ നിലം നോക്കാതെ തന്നെ ഒരേ ലെവലിലേക്ക് മാറ്റിയെടുത്ത്, പിന്നെ അതേപോലെ തന്നെ ഗ്രൗണ്ടിന് എല്ലാവിധ കളികളും കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യത്തിലേക്ക് കൂടുതൽ സ്ഥലം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഗ്രൗണ്ടിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഗ്രൗണ്ടിനകത്ത് പട്ടിത്തറ പഞ്ചായത്തിലെ കേരളോത്സവം വരെ നടന്നു പോകുന്ന ഗ്രൗണ്ടാണ്. എല്ലാ കളികളും, അത്ലറ്റിക് ആയിക്കോട്ടെ, ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോൾ വരെ ഇവിടെ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം പറ്റുന്ന രീതിയിലേക്ക് ഈ ഗ്രൗണ്ടിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റം. അതിലെല്ലാം കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷം തരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളർന്നു വരുന്ന ഒരു തലമുറ ലഹരിയിലേക്ക് പോകുന്ന ഒരു തലമുറയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ആളുകളെ പോലും കളിയിലേക്ക് ആകർഷിപ്പിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാനും, ഇനി വളർന്നു വരുന്നവരെയും പോലും നമുക്ക് കായികത്തിന് വേണ്ടിയിട്ട് പുതിയ കായിക പ്രതിഭകളെ പോലും സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ഗ്രൗണ്ടിന് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനെല്ലാം വളരെ നന്ദി പറയാനുള്ളത് നമ്മളെ തൃത്താല MLA MP രാജേഷ്. അപ്പോൾ എന്തായാലും നവീകരണം വഴി കുറേയധികം മാറ്റങ്ങളും കുറച്ചും കൂടി സൗകര്യങ്ങളും എന്തായാലും വന്നു. ഓക്കെ, കൂടുതൽ സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ തന്നെ പല ഗ്രൂപ്പുകളായിട്ട് ഇതാക്കിയിട്ടുണ്ട്. വോളിബോൾ കളിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ തന്നെ നമ്മളതിനുള്ള പോസ്റ്റും മറ്റു കാര്യങ്ങൾക്കുള്ള പിരിവും മറ്റു കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇപ്പോൾ ഷട്ടിൽ കളിക്കണം പറഞ്ഞിട്ട് കുറേ ആളുകൾ വരുന്നത് രാവിലെ വന്ന് നമുക്ക് കാണാം. ഈ നടപ്പാത ഉപയോഗിച്ചിട്ട് നടക്കാനും, പ്രദേശത്തുള്ള സ്ത്രീകളും കുട്ടികളടക്കം എല്ലാവരും നടക്കാനും മറ്റു കാര്യങ്ങൾക്ക് വരെ ഈ ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഈ പ്രദേശത്തുള്ളവരും പുറമെ കക്കാട്ടിരി, അതുപോലെ തന്നെ പട്ടിത്തറ, ആലൂർ, അങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ, നമ്മുടെ പഞ്ചായത്തിലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് തൃത്താലന്ന് പോലും ആളുകൾ നടക്കാൻ വേണ്ടി ഈ സ്ഥലം ഈ ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്തുന്നു. വളരെ സന്തോഷം, ഹാപ്പിയാണ്. തൃത്താല ഹാപ്പിയാണ്, ചിറ്റപ്പുറവും ഹാപ്പിയാണ്. സന്തോഷം, വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ ഗ്രൗണ്ട് ആദ്യം വലിയ ചരലായിട്ടുള്ളൊരു ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ യുവാക്കളുടെ ദീർഘകാലത്തൊരു സ്വപ്നമായിരുന്നു ഈ ഗ്രൗണ്ട് നവീകരിക്കുക എന്നുള്ളത്. അത് ബലറാമ 10 കൊല്ലം ഒന്നും ചെയ്തിട്ടില്ല ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ MP വന്നിട്ടാണ് ഇപ്പോൾ ഈ ഗ്രൗണ്ട് നവീകരിച്ചത്. ഒരു ആദ്യമൊക്കെ ഞങ്ങളൊക്കെ നടക്കാൻ വേണ്ടി അങ്ങനെ നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ പണ്ടൊക്കെ രാത്രി ആയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് ആരും കയറാൻ പറ്റിയില്ല. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഏതായാലും അത് വളരെ സന്തോഷമുണ്ട്. പണ്ടത്തേക്കാൾ ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഏതായാലും MP വളരെയധികം നന്ദിയുണ്ട്. സന്തോഷമാണ്, വളരെയധികം സന്തോഷം. ഇവയൊന്നും വെറും മൈതാനങ്ങൾ മാത്രമല്ല, തൃത്താലയിലെ യുവതയ്ക്കും കായിക ഭാവിക്കുമുള്ള നിക്ഷേപം കൂടിയാണ്. ഇവിടെ നിന്നും കളിച്ചു വളരുന്ന കുട്ടികൾ തൃത്താലയുടെ പേര് നാളെ ലോക കായിക ഭൂപടത്തിൽ സ്വർണ്ണലിപികളിൽ എഴുതട്ടെ. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.